ട്രാവൽ വീഡിയോയുടെ 4ാം ഭാഗമാണ് കേട്ടോ ഇപ്പൊ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടും കണ്ടിട്ടില്ലാത്തവര് വേഗം അത് കണ്ടിട്ട് വേണം കാണാനായിട്ട്. ഞങ്ങള് സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനുശേഷം ഞങ്ങള് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാൻ തുടങ്ങുകയാണ് കേട്ടോ. മുറി ഞങ്ങളിവിടെ ഡ്രസ്സൊക്കെ ഇവിടെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. കുളി കഴിഞ്ഞ് വന്നിട്ട് ആ ചൂട്ടിനിവിടെ ചെരുപ്പ് തപ്പിക്കൊണ്ടിരിക്കുവാണ്. കുഞ്ഞൂശൻ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു വീട് മതി, ഇത്രയുള്ള ഒരു വീട് മതി നമുക്ക്. അടിപൊളിയായിരിക്കും അല്ലേ? കിച്ചൺ വേണ്ട, നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം അല്ലേ കുഞ്ഞാക്കുട്ടാ? അച്ഛൻ ചോദിച്ചോട്ടോ ഓർഡർ ചെയ്ത ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ റൂമൊക്കെ പൂട്ടി ഇറങ്ങുന്നതാണ് കേട്ടോ കാണുന്നത്. കണ്ട ദിലീപിലെ കുബേരന്റെ ഡ്രസ്സ് അവിടെ വള്ളിയൊക്കെ കെട്ടിയിട്ട്. സമയം ഏകദേശം 8:30 മണിയായിട്ടുണ്ട് കേട്ടോ. 8:30ക്കാണ് ഫുഡിന്റെ ടൈം പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ മുണ്ടൊക്കെ മാറ്റി പാണ്ടായി. കൊച്ചിൻ കുഞ്ഞാക്കുട്ടാ, ആച്ചൂട്ടാ, നീ എങ്ങോട്ടാ പോണേ? ഇതെന്തിനാ മായാവിനെ കാണാൻ പോയതാ? പിന്നെ തന്നെ അങ്ങോട്ട് പോയത്? ആ ബുക്ക് വായിക്കാൻ പോയതെന്ന്, ബൈബിള് വായിക്കാൻ പോയതാന്ന് കൊച്ച്. ആച്ചൂട്ടും ബൈബിള് വായിക്കാൻ പോയതാ. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിന്റെ തൊട്ടടുത്താണ് കേട്ടോ ബൈബിൾ സ്റ്റാച്ചു ഉള്ളത്. വളരെ വലിയ ബൈബിളാണ്, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിക്കാൻ വേണ്ടിയാണ് ആ ചുട്ടിനോടെ പോയി നിന്ന്. ഇരുട്ടാണ്ട് കുഞ്ഞാക്കുട്ടൻ പാവാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിന്റെ കയ്യിലെന്താ? കുഞ്ഞാ പന്നിക്കുട്ടൻ. നിന്റെ ഉടുപ്പേൽ എന്തുവാ? എന്നാവാ എന്തോ? നീ ആദ്യമേ ഞാൻ പാട്ട് പാടിപ്പോ എന്തോടാ പറഞ്ഞ കുഞ്ഞാക്കുട്ടാ? ഇസബേല ഇസബേല അതിര് കാക്കണ അതിര് കാക്കണ കാവല. ഞങ്ങളെല്ലാവരും നല്ല ലോക്കൽ സെറ്റപ്പില് വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. കുഞ്ഞാക്കുട്ടന്റെ ചിക്കൻ സൂപ്പാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതുകൊണ്ട് പോകാൻ മറന്നു പോരുത്, എന്നിട്ട് രാത്രി ഇരുന്ന് മോങ്ങണം കേട്ടോ. ഡിന്നറിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുവാണ്. എന്തായാലും ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ ആദ്യമായിട്ട് എല്ലാവരും ഒക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട്. കാണാലോ ഒരു ഹോട്ടൽ. ഫോർക്കില്ലേ? അപ്പൊ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫുഡ് എത്ര നല്ലതാണെന്ന്. ഇത് കാട ഫ്രൈ, പിന്നെ അത് നൂഡിൽസ്, അതുപോലെ തന്നെ ഗീ റൈസ്, ചിക്കൻ കറി, പിന്നെ ഞങ്ങളെ കുഞ്ഞാക്കുട്ടന് വേണ്ടി ചിക്കൻ സൂപ്പ്, ഇത്രയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാക്കുട്ടാ നീ കഴിച്ചോ? ഇപ്പൊ കിട്ടിയിരിക്കുന്ന ടർക്കി കഴിച്ചോ കഴിച്ചോ സൂപ്പ് കുടിച്ചോ? ഇത് കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും നല്ല ഭക്ഷണമാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. നാളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കണോ അവരേക്ക്? കുഞ്ഞെ എന്നാ കുടിക്കുന്നേ? ആണോ കുടിക്ക? അതെന്നാ കുടിക്കാം അങ്ങോട്ട്. സൈക്കിൾ അപ്പോൾ ഇവിടെ ഓടിക്കാം നമുക്ക്. ഞങ്ങൾ അതിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് കേട്ടോ. ഇപ്പൊ തിരിച്ച് കോട്ടേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ചുമ്മാ ATM ഒന്നും കൂടെ കയറി
കുഞ്ഞായിരുന്നപ്പോ എപ്പോഴും വായ വായിച്ചു രസമല്ലേ. സൈക്കിള് സൈക്കിൾ ഓട്ടാൻ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതായത് സൈക്കിള് ചവിട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചുട്ടിന് സൈക്കിൾ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രാത്രി സൈക്കിളും കൊണ്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അതും നല്ല രസമല്ലേ. ഒരു വീട്ടിൽ തന്നെ ഒരു വലിയ വീട്, അത് 2 കുഞ്ഞിതാക്കിയേക്കുവാണ്. ഇവിടെ ഒരു വീട്, അവിടെ ഒരു വീട്. അവിടെ പക്ഷെ ചിത്തി ആയതുകൊണ്ട് അവിടെ വേറെ ആൾക്കാര്, ഇവിടെ നമ്മള്. ഓക്കെ, ഫ്രണ്ടിൽ കയറിയിരിക്കാനോ? ഇപ്പൊ എങ്ങടെ പോണേ? അതിന് കുഞ്ഞാക്കോട്ടനെ ഓടിക്കാൻ അറിയില്ലല്ലോ. രാത്രി സൈക്കിളും കൊണ്ട് ഇറങ്ങി. അപ്പൊ അതുകൊണ്ട് കൂടെ ഞാനും ഇറങ്ങിട്ടോ. അപ്പൊ നമ്മള് സൈക്കിളൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കുവാണ്. ഇപ്രാവശ്യം ഞാൻ വണ്ടിയിൽ കയറി ചുമ്മാ ഇരിക്കുവാണ് ചവിട്ടിക്കൊണ്ട്. ആ ചുട്ടിനെ ഫ്രണ്ടിൽ കയറ്റി ഇരുത്തേക്കാണ്. ആ ചുട്ടിന് ചവിട്ടൊന്നും വേണ്ട, കുഞ്ഞീസും കുഞ്ഞായിയാണ് കേട്ടോ ഇപ്രാവശ്യം സൈക്കിൾ എടുത്തേക്കണത്. അതുകൊണ്ട് എനിക്ക് എത്ര നടക്കേണ്ട വന്നില്ല, ജസ്റ്റ് വണ്ടി കയറി ഇരുന്നാൽ മാത്രം മതി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ആ ചൂട്ടിന് ഞാൻ 2 വള്ളിച്ചെരുപ്പ് പുതിയത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം പോയാലും കുഴപ്പമില്ല. പോണേ പോട്ടെ, 100 രൂപയല്ലുള്ളൂ. അതിൽ എന്തോരം പൈസ വെറുതെ പോകും. അയ്യോ, ഞങ്ങൾ ഒപ്പം പോവാം. ഒന്നുമില്ലല്ലോ എൻ്റെ പിള്ളേർക്ക്. അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കാലോ സൈക്കിൾ ഓടിച്ച്. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയ്ക്ക് സൈക്കിൾ ഓട്ടാൻ പേടിയായിരുന്നു. അമ്മ ഒരു പ്രാവശ്യം, പക്ഷെ ഇപ്പൊ അമ്മ വലുതായപ്പോ സൈക്കിൾ ഓട്ടി. ഇവിടെ വന്നിട്ട് നിങ്ങളൊന്ന് സൈക്കിളൊക്കെ എടുത്തൊന്ന് ചവിട്ടി നോക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ചവിട്ടി പോവാനായിട്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ രാത്രിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കുക എന്നുള്ളത്. നമ്മുടെ കുഞ്ഞാക്കുട്ടി സൈക്കിൾ റൈറ്റ് സൈഡ് കോട്ടേജ് എത്താറായിട്ട് നമ്മുടെ നൈറ്റ് റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീബുദ്ധൻ തമ്പായി അത് തമ്പായിടാ. മഹാവിഷ്ണുവിന്റെ ഒരു അവതാര, അധികം ആർക്കും അറിയില്ലെന്ന്. ശ്രീബുദ്ധനും പരശുരാമനും മഹാവിഷ്ണുവിന്റെ അവതാര, പക്ഷെ അധികാർക്കും അറിയില്ല. അതെന്താ അവിടെ കട്ടൻ ചായ കിട്ടുമോ? നമുക്ക് റൂമിൽ കട്ടൻ ചായ കിട്ടും. പാല് വേണമെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുതരും. റൂമിൽ പാല് കൊണ്ടുതരും. കുട്ടിന് ബ്രേക്ക് ഏതാന്ന് അറിയാഞ്ഞിട്ടാണോന്ന് അറിയാൻ പാടില്ല. അവളിത് അവിടെ ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട്, അതിനകത്ത് ഇടിച്ചാണ് കേട്ടോ വണ്ടി നിർത്തുന്നത്. ഇതാരാ ഓട്ടോറിക്ഷ കൊണ്ട് വന്നിരിക്കണം? നമ്മുടെ കോട്ടേഴ്സിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓർഡർ എടുത്തില്ലായിരുന്നു നമ്മുടെ, അതായിരിക്കും. ബ്രേക്ക് ഇല്ലായിരുന്നു അവിടെ വണ്ടിയില്. അത് പറഞ്ഞു കൊടുത്തില്ലായിരുന്നല്ലേ ബ്രേക്ക് ഏതാന്ന്. ഇടിച്ചു നിർത്തണ വണ്ടി അങ്ങനെയാണോ കുഞ്ഞായി? വണ്ടി എവിടെയും കൊണ്ട് ഇടിച്ചാണോ നിർത്തണ്ടേ? ഒരു ഓർഡർ എടുക്കാൻ വന്നെയാന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ അറിഞ്ഞ കേട്ടോ കുഞ്ഞുകൂടെ ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ടായിരുന്ന ഭാഗ്യായിരുന്നു. ഇത് ചവിട്ടട്ടെ അകത്തോട്ട് കയറൂല. ഫ്രണ്ടിട്ട് കയറ്റി വെക്കടാ വണ്ടി. ഒരു 3-4 ദിവസം അവിടെ കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാമായിരുന്നു. പതുക്കെ പറടാ, എല്ലാരും ഇവിടെ ഉറങ്ങും. വീട്ടിൽ പോകാൻ പ്ലാനൊന്നുമില്ലേ?
നാളെ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് ഓരോ ഫസ്റ്റ് പാർട്ടിൽ മേടിച്ച റോയൽ ബേക്കറിൽ നിന്ന് മേടിച്ച കേക്കാണ് കേട്ടോ. കുഞ്ഞൂസിന്റെ പീസ് അവള് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കുഞ്ഞായി അച്ഛൻ കഴിക്കുകയാണ്. അവിടെ കുഞ്ഞൂസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് പിറ്റേ ദിവസം തിരിച്ചു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ചെന്നിട്ട് തന്നെ നൈറ്റ് കയറേണ്ടായിരുന്നു. 2 days ഓഫ് കിട്ടിയിട്ടുണ്ടായില്ല. അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തേനെ. 2 days ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. ഫസ്റ്റ് തന്നെ കുഞ്ഞാക്കുട്ടൻ പോയി കിടന്നു. കുഞ്ഞാക്കുട്ടൻ അവിടെ ഫ്രിഡ്ജിനകത്ത് സ്നിക്കേഴ്സ് ഇരിക്കുന്ന കണ്ടായിരുന്നു. പക്ഷെ അവള് ചോദിച്ചില്ല. പിന്നെ എനിക്ക് തോന്നി മൂഡ് ഓഫ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു അവിടെ കുഞ്ഞു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 50 രൂപയുടെ സ്നിക്കേഴ്സിന് 70 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എന്നാലും ഞാൻ 2 സ്നിക്കേഴ്സ് എടുത്ത് പൊട്ടിച്ച് അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പൊ ഇവിടുത്തെ ബാത്റൂം എടുത്ത് പറയേണ്ടതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ബാത്റൂം കാണാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചുമ്മാ നിങ്ങൾക്ക് കുളിക്കാനൊക്കെ ഉള്ള ടർക്കി യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവർ നമുക്ക് തരും കേട്ടോ. അതുകൊണ്ട് എക്സ്ട്രാ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. കുളിക്കാനുള്ള ചെറിയ സാമ്പിൾ സോപ്പ് വരെ തരുന്നുണ്ട്. നമുക്ക് വണ്ടി എടുക്കാം. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോട്ടേജ് എടുക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് കേട്ടോ. ഒരു ബൂഫേ സെറ്റപ്പ് ആണ്. നമ്മൾ ആകെ ഓരോ മുട്ടക്കറിന് ഓരോ മുട്ടയും ഓരോ ഇഡലി പിന്നെ കുഞ്ഞൂസിന് ഒരു കുഞ്ഞു കഷ്ണം പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞൂസ പാൻറ് അത് നല്ലതാ. പക്ഷെ അച്ചൂട്ടിന് നല്ല ഭംഗിയായി ഉടുപ്പ്. അച്ചൂട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. അമ്മ ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുത്ത ഉടുപ്പല്ലേടാ അച്ചൂട്ട്? ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ അതിലൂടെ നടന്ന് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുവാണ്. നമുക്ക് 11 മണി വരെയാണ് കേട്ടോ ഇവിടെ അനുവദിച്ചിരിക്കുന്ന സമയം. 11 മണിയാകുമ്പോൾ നമ്മൾ കോട്ടേജ് ചെക്കൗട്ട് ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ കൂട്ടം തെറ്റിപ്പോയി. ഇടയ്ക്ക് കുഞ്ഞായിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോട്ടേജിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെ കാണുന്നില്ല. അപ്പൊ ഇത് പരശുരാമന്റെ പ്രതിമയാണ് കേട്ടോ. ഭയങ്കര വലിയൊരു പ്രതിമയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കയ്യിലൊരു കിളി വന്നിരിക്കുന്നുണ്ട്. ഞാൻ കണ്ടു. എന്നാ ഒരു കുട്ടികളുടെ പാർക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പൊ 11 മണി വരെ നമ്മൾ പാർക്കിനകത്തായിരുന്നു. അതിനുശേഷം നമ്മൾ കോട്ടേജിൽ പോയിട്ട് വെക്കേറ്റ് ചെയ്തു. അപ്പൊ അവിടെ തന്നെ കുട്ടൂസിന്റെ ഡാഗിനിയുടെ ഒക്കെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് കുറേ റൈഡുകളും കാര്യങ്ങളും ഉണ്ട് ഊർന്നിറങ്ങാനുള്ളതൊക്കെ. ഇപ്പൊ ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇനി ഇവിടെ മൊത്തം ഒന്ന് ചുറ്റി കാണാം. കാരണം നമ്മുടെ സമയം കഴിയാൻ പോവാണ്. നമുക്ക് ചുറ്റി കണ്ടേച്ച് വന്നിട്ട് ഇനി ബാക്കി റൈഡുകളിലൊക്കെ കയറാന്ന് പറഞ്ഞു ഞാൻ കുട്ടികളെ വിളിച്ചിട്ട് പോവാണ്. അപ്പൊ കുട്ടികളുടെ ഫാദർ എന്തായാലും തിരിച്ച് കോട്ടേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനും കുട്ടികളും മാത്രമാണ് ഇപ്പൊ ഇതിനകത്ത് റൈഡിൽ കൂടെ കയറുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ടില്ലാത്തവര് എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്നു നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കോട്ടേജിൽ നിന്ന് എടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിന്നാൽ ഇതുപോലുള്ള പാർക്കുകളിലൊക്കെ നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഞങ്ങള് ക്ലേ കൊണ്ട് കലവും ചട്ടിയും കലവും ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടിയുടെ ഫാദർ കോട്ടേജിലോട്ട് പോയതുകൊണ്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ സ്ഥലം കൂടി കാണാനുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ അത് കയറാത്ത 1-2 സ്ഥലങ്ങളുണ്ട്. ഷിക്കാര ബോട്ടിങ്ങിൽ ഞങ്ങൾ കയറിയിട്ടില്ല. അതായത് ഹൗസ് ബോട്ടാണ്. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. 20 മിനിറ്റോളം നമുക്ക് വെള്ളത്തിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. അതുപോലെ കൊട്ടവഞ്ചി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു കൊട്ടൽ ഷേപ്പിൽ ഇരിക്കുക. അതിനകത്ത് കയറിയിട്ട് നമുക്ക് തുഴഞ്ഞു പോവാം. അതിനകത്ത് ഇത്ര സേഫ്റ്റി തോന്നാത്തതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ടായില്ല. പിന്നെ അതുപോലെ 2D തിയേറ്ററും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. വീഡിയോയുടെ അവസാനം നമ്മള് മണ്ണ് ഉപയോഗിച്ചിട്ട് കലമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പൊ നമ്മള് ഇനി ഇവിടുന്ന് പോകുന്നത് നേരെ ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് മുന്നേ പറയട്ടെ, ഇവിടെ നമ്മള് സ്വിമ്മിംഗ് പൂളിൽ പോയപ്പോ ഒരു മർമെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ മർമെയ്ഡിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ അവിടെയുള്ള മർമെയ്ഡിനെ കാണാനായിട്ട് മറക്കരുത്. കുറച്ചു നേരം കൂടെ പാർക്കിൽ ചെന്ന് കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് പോയി. കാരണം നമുക്ക് അങ്ങനെ ഒത്തിരി സമയം കളയാനില്ല. കാരണം നമുക്ക് മംഗമഡോസിലെ കോട്ടേജിലെ എൻട്രി ടൈം കിട്ടുന്നത് 1 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്കാണ്. പിന്നെ ഗൈഡിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോഴത്തേനും ഏകദേശം വൈകുന്നേരം ആവും. പിന്നെ പിറ്റേ ദിവസം 11 മണിക്ക് നമ്മൾ വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് നേരെ ലൈറ്റ് ഹൗസിലോട്ട് ഫാദർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് മുകളിൽ ആയിട്ട് ഒരു എന്താ പറയാ അതിന്
ഹൗസ് ഉണ്ട്. ഒരു മരത്തിന്റെ മുകളിലെ പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഈ പാർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ കയറുവാണ്. ഒരു ചെങ്കുത്തായ ഇതാണ്. അതിന്റെ സൈഡിൽ ഞാൻ അതിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെയാണ് അതിന്റെ ഷേപ്പ് വരുന്നത്. അങ്ങനെ 2 എൻട്രി ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ കുത്തനെ ഒരു എൻട്രി ഉണ്ട്, അത് അല്ലെങ്കിൽ മറ്റേ സൈഡിൽ കുത്തനെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ അകത്തോട്ട് കയറുവാണ്. കുഞ്ഞാക്കുട്ടിന് ഇച്ചിരി പേടി പോലെയാണ് കയറാനായിട്ട്. ഇത് പേടിക്കണം, ഇച്ചിരി കുത്തനെ, കറക്റ്റ് കുത്തനെ സ്റ്റെപ്പ്. കുത്തനെയാണ് സ്റ്റെപ്പ് പോണെന്ന് വെച്ചാണ് കുത്തനെയാ. അത് യൂട്യൂബിൽ വീഡിയോ പറയുന്നുണ്ട്, സേഫ്റ്റി നോക്കണമെന്ന്. കുത്തനെയാണ്. ാണ് കേട്ടോ മണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്ന ആള്. അപ്പൊ നമ്മളിവിടെ വന്നിട്ടുണ്ട്. നീ മണ്ണുണ്ടാക്കാൻ കുഴക്കാൻ പോവല്ലേ? അത് കഴിഞ്ഞിട്ട് തരാം. ചേട്ടൻ കലം ഉണ്ടാക്കാനുണ്ട്. ഉണ്ടാക്കി വെച്ചേക്കണം ചട്ടി എവിടെ ചേട്ടാ? അതെടുത്ത് കണ്ടിട്ട് ചേട്ടൻ ഉണ്ടാക്കണാണടാ. വാടാ ചേട്ടൻ ഉണ്ടാക്കണാണ്. ഒരിത്തിരി കലിപ്പ് മോഡുള്ള ചേട്ടനാണ്. എന്നാലും ഞങ്ങൾക്ക് നന്നായിട്ട് കലമൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അവിടെ മാറിയിക്കടാ, മാനത്തോട്ട് മണ്ണ് കറിക്കാതെ കലം ഉണ്ടാക്കാനാണോ? കടല ഇന്നു വേണം അതിന്റെ ഇടയില്. കയ്യില് മണ്ണായി കഴിഞ്ഞാൽ തിന്നാൻ പറ്റില്ല കേട്ടോ. ഉച്ചക്ക് കപ്പലണ്ടി ഇവിടെ ചടിക്കിരുന്ന് മാറിന്നായിരിക്കുന്നു. മണ്ണിൽ വീണു കുരുത്തതൻ മണിവെട്ടുമുളകൊട്ടി മിന്നുനീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർതൻ ഈണമായി വന്നു. കലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന ചിലതിലൊക്കെ പേരും ഉണ്ട്. അപ്പൊ അവര് മേടിക്കാൻ മറന്നു പോയതാന്ന് എനിക്ക് തോന്നുന്നു. പൈസ കൊടുത്ത് കലം ഉണ്ടാക്കിയിട്ട് അത് മേടിക്കാൻ മറന്നു പോയിട്ട് പോയതാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലതിലൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതിന്റെ ഫോട്ടോ, നമ്മൾ കലം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്താലേ ആ കലം നമുക്ക് തരത്തുള്ളൂ. കയ്യിൽ നമ്മുടെ കയ്യിൽ ആ കലത്തിന്റെ ഫോട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് തരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് തീയില് ചുട്ടെടുക്കാത്തത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ഒഴിച്ച് കളിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് മെയിനായിട്ടും. ഇപ്പൊ കുഞ്ഞൂസ് ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഞാൻ അവളുടെ 200 rupees കൊടുത്തിട്ടുണ്ട്. ചോദിച്ചു നോക്കിയ ഈ മണ്ണ് ചട്ടി ഉണ്ടാക്കാൻ ടിക്കറ്റ് എടുക്കുന്ന 2 കുഞ്ഞൂസേ, കുഞ്ഞായിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കളിക്കാൻ കൊടുക്കണേ. മുടി വച്ചാൽ പോരാ സ്റ്റൂൾ അങ്ങോട്ട് നീക്കിയിരുന്നു. കാളിന്തിക്കരയെത്തിയാൽ പോരാ കാലിയെ മേച്ചു നടക്കേണം. കാലിയെ മേച്ചു കോലക്കുഴലുവിൽ വയ്ക്കേണം. കോലക്കുഴലുവിൽ വയ്ക്കേണം. കോലക്കുഴലു വിളിച്ചാൽ പോരാ കാളിയ മർദ്ദനമാടേണം. കോലക്കുഴലു വിളിച്ചാൽ പോരാ കാളിയ മർദ്ദനമാടേണം. കാളിയ മർദ്ദനമാടേണം. നിനക്കുണ്ടാക്കാൻ തോന്നുന്നുണ്ടോ? വേണ്ട, കുഴയ്ക്കാൻ മാത്രം വന്നുള്ളൂ. താളത്തിൽ ഉണ്ണിപ്പൂകുടൽ കാലോലിച്ചു പാടും.
മാറോട് ചേർന്നെന്റെ പൊന്നുണ്ണി മാതളപ്പൂ പോൽ മയങ്ങുന്നു അക്കവൾ തട്ടിലുണ്ടപ്പോൾ കണ്ണീരിൽ കൈ കുത്തണ്ട കേട്ടോ അതെ ഇങ്ങനെ പിടിക്കണേ കുത്തണ്ട കുത്തണ്ട ഒരു കൊച്ചു ദുഃഖത്തിൽ സൗന്ദര്യം എടുത്തേ കൈ എടുത്തേ ആ മതി കാലി കവച്ച് വെച്ച് കാലി കവച്ച് ഞാൻ പറയാം എടുത്ത കൈ എടുത്ത് എന്നുള്ളിൽ നിന്നൊരിളം പൈതൽ കണ്ണും തിരുമ്മിയുണരുന്നു ചെമ്പട്ടു കോണകമുണ്ടല്ലോ ചെല്ലച്ചെറുമുണ്ടുണ്ടല്ലോ മുത്തിരി കത്തും വിളക്കിൻ ചന്തത്തിലുള്ളൊരിരുപ്പല്ലോ മടിയിൽ നീ വർത്തിട്ട പുസ്തകത്തിൽ മിഴിനട്ടിരിക്കയാണ് പൈതൽ പല വർണ്ണ ചിത്രങ്ങൾ അക്കങ്ങൾ പല മുഖഛായയുള്ള അക്ഷരങ്ങൾ ചെറുകൈക്കുളന്നയിൽ കൊള്ളുവോളം അറിവിന്റെ തീർത്ഥമമ്പാലപാഠം ഇതളിതളായൊരു പൂവിരിഞ്ഞാൽ അതിനുള്ളിൽ നിന്നൊരു മല്ലി പോലെ ഒന്നൊന്നായി താളുമറിച്ചപ്പോൾ ഒരു പീലി ചിരിക്കുന്നു ഒന്നൊന്നായി താളുമറിച്ചപ്പോൾ ഒരു മയിൽ പീലി ചിരിക്കുന്നു കാലിങ്ങനെ പിണച്ചല്ല വെക്കണേ കാല് നേരമായിട്ട് കാല് സ്ട്രോങ് ആയിട്ട് സ്ഥലത്ത് നിർത്തി വെച്ചേ ഇതേ വെള്ളം ചാടി ചിലപ്പോ അലത്ത് പോകാൻ സാധ്യതയുണ്ട് രാവണി പട്ടിന്റെ തുമ്പിൽ നിന്നു കാർവർണ്ണൻ തന്നുടിക്കെട്ടിൽ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂമുടിയിൽ എന്നടാ നീലമയിൽ പീലി കയ്യിൽ എടതേ അത് കൊള്ളാം കുടം പോലെ ഉണ്ട് എടാ അതിനകത്ത് പൂക്കളൊക്കെ ഇട്ട് വെക്കാടാ പൂക്കളൊക്കെ ഇട്ട് വെക്കാം നന്നായിട്ട് ഉണങ്ങിയിട്ട് കേട്ടോ ഫ്ലവർ വൈസ് ആയിട്ട് വെക്കാം ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ കുഴഞ്ഞു പോകും ശരിക്കും ഉണങ്ങണം ഇല്ല ഇല്ല ചുട്ടെടുത്താലാണ് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ വെള്ളം ഒഴിക്കാൻ പറ്റില്ല ചുട്ടെടുക്കണം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഫൈനൽ ഫിനിഷിങ് ആള് ചെയ്യുന്നതാണ് കേട്ടോ ഞാനത് സൂം ചെയ്തേക്കുവാണ് ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഫിനിഷിങ് ചെയ്തതിന് ശേഷം പേര് എഴുതരും ഇപ്പൊ ആരാണ് ഉണ്ടാക്കിയത് അയാളുടെ പേര് ഇതിനകത്ത് എഴുതരും കേട്ടോ അപ്പൊ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇനി വീടൊക്കെ വെച്ചിട്ട് വേണം അത് കുട്ടികളുടെ പേര് എഴുതിയ ഈ കലം സൂക്ഷിച്ച് അവിടെ ഷോക്കേസിൽ വെക്കാനായിട്ട് അപ്പൊ അടുത്തത് ആച്ചൂട്ടനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അല്ല ഈ പാത്രം എന്നിട്ട് ഈ ചട്ടി തിരിച്ചു കൊണ്ടുതരാം ഈ സാധനം കൊണ്ടുതരാൻ വന്നിട്ടുണ്ട് അവിടെ വെക്കുന്നല്ലേ ഈ മണ്ണ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നേ പാടത്തുനിന്ന് എടുക്കുന്നയാ കലക്കി മേടിക്കുന്നു വല്ല മണ്ണിന് ഉണ്ടെങ്കിലോ കുഞ്ഞാക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണം എന്നൊന്നും വലിയ താല്പര്യമില്ല അത് തന്നെ വലിയ കുഴക്കാൻ ഇഷ്ടാ അത് വീട്ടില് ഫുൾ ടൈം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടട്ടാ ഈ പരിപാടി ഇവര് ഫുൾ ടൈം മണ്ണ് കുഴച്ച് കളിക്കണ പിള്ളേരാ ഫുൾ ടൈം മുറ്റത്ത് മണ്ണ് കുഴക്കലാ പോയി
മണ്ണും കൊണ്ട് എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ടാക്കുക അച്ചു. കേക്ക് അല്ലേ അച്ചൂട്ടാ? എവിടേക്ക് പോവാനായി എവിടേക്ക് പോകുവാൻ മുത്തച്ഛൻ എവിടേക്ക് പോവാനായി ഇവിടെയും മറക്കില്ലെങ്കിലും ഇവിടെ ആ ഫ്ലവർ വേസ് തന്നെ ഉണ്ടാക്കി പോരെ? അച്ചുട്ട നോക്കടാ, അച്ചുട്ട ഉണ്ടാക്കുന്നുണ്ട്. എവിടേക്ക് പോകുവാൻ മുത്തച്ഛൻ എവിടേക്ക് പോവാനായി ഇത് മേടിക്കുന്നതാടാ, നമ്മുടെ പാടത്തെ മണ്ണല്ലെന്ന്. കളിമണ്ണാ, കളിമണ്ണ്. അത് ഞങ്ങളുടെ സൈക്കിളാ. അവിടെ ശ്രദ്ധിച്ചില്ല കേട്ടോ അവരെടുക്കുന്നത്. ആ എന്നിട്ട് വേണം ഇപ്പൊ മോങ്ങാൻ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്റെ സൈക്കിൾ എന്തെന്ന് പറഞ്ഞു. എടാ കുഞ്ഞൂസേ, നീ കണ്ടില്ലേടാ പിള്ളേർ സൈക്കിൾ എടുത്തിട്ട് പോണേ? ശരിക്കും ഉണങ്ങി കഴിയുമ്പോഴത്തെ കുഞ്ഞൂസേ വാട്ടർ കളർ അടിക്കരുത്, വാട്ടർ കളർ അടിക്കരുത്, പെയിന്റ് അടിക്കാൻ പാടുള്ളൂ. വെള്ളം ചാടി ചിലപ്പോ ഇത് കുഴയും. നിറവയറായി നിൽക്കും നൽകാൻ പകലന്തിയാമ്പരത്തൊടിയിലും പാടത്തും പണി ചെയ്യുവോരത്തു നിൽക്കയാവാം. ഒടുവിലെ കിളിവാലൻ മാങ്ങയും ഉണ്ണിക്കായി തിരയുവാൻ മാൻചോട്ടിൽ മുന്നേയാവാം. അവിടെ കിഴക്കേ തൊടിയിൽ പുഴുത്തിൻ്റെ അരികിലെങ്ങാനും നിൽക്കയാവാം. നിറവയറായി നിൽക്കും നമ്മുടെ പൂവാലിക്കൊരു പിടി വൈക്കോൽ തൻ കൈവാൽ നൽകാൻ പകലന്തിയാമ്പരത്തൊടിയിലും പാടത്തും പണി ചെയ്യുവോരത്തു നിൽക്കയാവാം. ഒടുവിലെ കിളിവാലൻ മാങ്ങയും ഉണ്ണിക്കായി തിരയുവാൻ മാൻചോട്ടിൽ തന്നെയാവാം. എവിടേക്ക് പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്ക് പോവാനാണല്ലേ ഉണ്ണി? ഇവിടെ വെറുതെ ശകാരിച്ചു ഒരു ഒരു മീനെ കൊത്തിപ്പാറുന്ന പൊന്മ. ഞങ്ങളുടെ മാങ്കോമഡസ് യാത്രയുടെ 4ാം ഭാഗവും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 5ാം ഭാഗം വളരെ കുറച്ച് സമയമുള്ളൂ, അതോടുകൂടി നമ്മുടെ വീഡിയോ തീരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന ശിവഭഗവാന്റെ രൂപത്തിന്റെ അങ്ങോട്ടാണ് കേട്ടോ. അപ്പൊ തലയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന, ഗംഗാജലം പ്രവഹിക്കുന്ന രീതിയിലാണ് ആ മോഡൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാണണം എന്നുള്ളവർ ഞങ്ങളുടെ അടുത്ത പാട്ട് വീഡിയോ കാണാനായിട്ട് മറക്കരുത്. ആ ചുട്ട് സൈക്കിൾ വിട്ട് മടുത്തോണ്ട് അവള് കുഞ്ഞൂസിന്റെ പുറകിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുവാണ്. അപ്പൊ അവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കുറച്ചു നേരം ചൂണ്ട ഇടാനൊക്കെ ആയിട്ട് കയറിയിട്ടോ. ഇതാണ് ചൂണ്ട ഇടുന്ന സ്ഥലം. അപ്പൊ അവിടെ തീറ്റയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കളിക്കുമ്പോൾ എപ്പോഴും ചൂണ്ടയിട്ട് കളിക്കാറുണ്ടെങ്കിലും ഇതുവരെ അവർ ലൈവായിട്ട് ചൂണ്ടയിട്ടുണ്ടായിരുന്നില്ല. വളരെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിരിക്കുന്നു ചൂണ്ടയിടാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ മീൻ വേണ്ടയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പം ഇവിടെ ചൂണ്ടയിടുന്ന സ്ഥലമാണെന്ന് മനസ്സിലായിട്ട് മീനുകളൊക്കെ ഇവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചതാവാനും സാധ്യതയുണ്ട്. അപ്പൊ മീനെ വരുത്താൻ വേണ്ടിയിട്ട് കുഞ്ഞൂസ് മീനിന്റെ തീറ്റ എടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നിട്ട് മീനൊന്നും വന്നില്ല കേട്ടോ. ചൂണ്ടിടാൻ നിൽക്കുമ്പോൾ നമ്മുടെ സൈക്കിൾ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സൈക്കിള്
ഇവിടെ മണിക്കൂറിനാണ് പൈസ. ഞങ്ങൾക്ക് കോട്ടേജ് ഉപയോഗിക്കുന്നത് കൊണ്ട് പേയ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് കണ്ടിട്ട് നേരെ ശിവഭഗവാന്റെ അടുത്തേട്ട് പോവാം. അവിടെ തലയിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് കേട്ടോ ഇതിലൂടെയൊക്കെ വരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരെ സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക. ബൈ.